ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളതാണ്. സെക്കൻഡ് ഏരിയ ആണ് രണ്ടാമത്തെ യൂണിറ്റിൽ. അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്നതിന്റെ രണ്ടാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ഏരിയ ആണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ്. അതിൽ കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ്, അതിൽ പ്രൊജക്ട്സ്, സെമിനാർസ്, അസൈൻമെന്റ്സ്, ഇത്രയും കാര്യങ്ങൾ 3 ഏരിയകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് അവസാനത്തെ 2 കാര്യങ്ങൾ, അഥവാ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസിന് അണ്ടറിൽ വരുന്ന 4ഉം 5ഉം പോയിന്റ്സുകൾ, അഥവാ സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസ് ആൻഡ് യൂസ് ഓഫ് ഗ്രേഡിംഗ് ഇൻ ദി പ്ലേസസ് ഓഫ് മാർക്സ് ഇൻ ദി അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. അസസ്മെന്റ് ക്രൈറ്റീരിയന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത്. അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന രീതിയിലാണ് ഇവയെല്ലാം നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസ് എന്താണെന്നും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്താണെന്നും അതേപോലെ തന്നെ അസസ്മെന്റിൽ ഉപയോഗിക്കുന്ന മറ്റു ഡിഫറെന്റ് ടെക്നിക്സുകൾ എന്തൊക്കെയാണ്, അതായത് പിന്നെ നമ്മൾ റിട്ടേൺ എക്സാമിനേഷൻ കൂടാതെ മറ്റ് ഏരിയയിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളിൽ ആ ഒരു കഴിവുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളാണ് ഏതെന്ന് പറയുന്നത് പ്രൊജക്ട്സ്, സെമിനാർസ്, അസൈൻമെന്റ്സുകൾ പോലുള്ളത്. അത് കൂടാതെ തന്നെ നമുക്ക് എന്തുകൂടി വരുന്നുണ്ട്, സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസ് വരുന്നുണ്ട്. പിന്നെ റിട്ടേൺ എക്സാമിനേഷനോടനുബന്ധിച്ച് വരുന്നതാണ് മാർക്സിനെ ഗ്രേഡിലേക്ക് മാറ്റുന്ന ആ ഒരു രീതി. അപ്പോൾ സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എന്താണെന്നും മാർക്സിനെ ഗ്രേഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നും ആ ഒരു കാര്യങ്ങളും 9 പോയിന്റ്സ് ഒക്കെയാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും അതിന്റെ അണ്ടറിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസ്. സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസിന്റെ അണ്ടറിൽ പിന്നെ എന്താണ് സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ എന്നുള്ളത് പറയണം, മീനിങ്, അതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ എങ്ങനെ അസസ്മെന്റ് നടത്തുന്നു, അതിന്റെ ഡിസൈനിങ് എങ്ങനെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. കുറഞ്ഞ ഒരു ഏരിയ ആണ്, എങ്കിലും നിങ്ങൾ എഴുതുമ്പോൾ കൂട്ടി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഈ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. Meaning of students learning portfolios. Portfolios as a kind of documents and photo album. അതായത് കുട്ടികൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ വർക്കുകളുടെയും ഫോട്ടോകളോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകളെയോ ആണ് ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഡോക്യുമെന്റ്സുകളെയോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഫോട്ടോസിനെയാണ് എന്ന് പറഞ്ഞത് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ പിന്നെ ബി.എഡ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീൽഡ് വിസിറ്റുകൾ പോയിട്ടുണ്ടാവും, ടൂർ പോയിട്ടുണ്ടാവും, അതേപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് ടീച്ചിങ് നടത്തിയിട്ടുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾ റെക്കോർഡുകൾ എഴുതിയിട്ടുണ്ടാവും, അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ വർക്കിംഗ് മോഡലുകൾ നടത്തിയിട്ടുണ്ടാവും, നോൺ ടീച്ചിങ് എയ്ഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, മറ്റു പല തരത്തിലുള്ള എയ്ഡുകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവയെല്ലാത്തിന്റെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ, അതിന്റെ ഫോട്ടോ ആയിട്ടും അതേപോലെ തന്നെ അതിന്റെ പേപ്പറുകളായിട്ടും ഒക്കെ ഡോക്യുമെന്റേഷനെയാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്കൂൾ തലത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഡോക്യുമെന്റേഷനെയാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അതിൽ കരിക്കുലർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടും വരാം, നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടും വരാം, അതേപോലെ തന്നെ അവരുടെ ഡയറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വരാം, എല്ലാം വരാം. അപ്പോൾ അത്തരത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു കാര്യത്തെ അത് ഫോട്ടോ ആൽബം ആയിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകളായിട്ടോ ഉള്ള കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഡെഫിനിഷനിലൂടെ ഈ എക്സ്പ്ലനേഷനിലൂടെ എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. Then to assess the learning progress and achievement of students, their various learning activities could be documented and made available to the parents, teachers and educators. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പേരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും എഡ്യൂക്കേഷനിസ്റ്റുകളാണെങ്കിലും അതായത് തുടർന്ന് അന്വേഷിച്ച് കണ്ടത് റിസർച്ച് നടത്തുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ എന്ത് വേണം, ഈ കുട്ടികളുടെ പോർട്ട്ഫോളിയോസ് യൂസ്ഫുൾ ആയിരിക്കും. അത് അവരുടെ പ്രോഗ്രസ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പിന്നെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ്സുകളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതിനും കൂടി എന്ത് ഉപകരിക്കും, ഇത് ഉപകരിക്കും. കുട്ടികളുടെ പ്രോഗ്രസും അച്ചീവ്മെന്റ്സും മനസ്സിലാക്കാനും എന്നിട്ട് കുട്ടികളുടെ കരിയർ, അതേപോലെ തന്നെ കുട്ടികളുടെ ഫ്യൂച്ചർ, കുട്ടികളുടെ ഏരിയ പോകാൻ പറ്റുന്ന ഏരിയകൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഓൾറെഡി കഴിയും. അതൊക്കെ ആർക്കൊക്കെ കഴിയും, എഡ്യൂക്കേഷനിസ്റ്റുകൾക്ക് കഴിയും, പേരൻസിന് കഴിയും, അതേപോലെ തന്നെ ടീച്ചേഴ്സിനും കഴിയും. എ ട്രൂ ലേണിംഗ് അസസ്മെന്റ് റിക്വയർസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ വിച്ച് ബിസൈഡ്സ് മാർക്സ് ഒബ്റ്റെയിൻ ഇൻ റിട്ടൺ ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റിനോടൊപ്പം തന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ കൂടി നടത്തുക. അത് പലപ്പോഴായിട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്, അത് റിട്ടൺ ടെസ്റ്റ് മാത്രമല്ല, റിട്ടൺ ടെസ്റ്റിനോടൊപ്പം തന്നെ എന്ത് നടത്തണം, കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നടത്തണം. അത് അവരുടെ എല്ലാ മേഖലയും അസസ്മെന്റ് നടത്തുകയും ചെയ്യണം. അതിനും എന്ത് ഉപകരിക്കുന്നു, ഇത് ഉപകരിക്കുന്നു. അപ്പോൾ എന്താണ് മീനിങ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസിൽ പറഞ്ഞിട്ടുള്ളത്? ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ മീനിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതിൽ മറ്റ് മീനിങ്ങുകൾ എടുത്ത് പറയുന്നുണ്ട്. കളക്ടിങ് ആൻഡ് അസസിങ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ റിഗാർഡിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് ഫ്രം വേരിയസ് സോഴ്സസ് through multiple methods and over multiple points of time is known as portfolio assessment of learning students learning.
ഓക്കെ, എന്താണ് കളക്ടിങ് ആൻഡ് അസസിങ് ഇൻഫർമേഷൻ ഡാറ്റ? ഇൻഫർമേഷൻ ഓർ ഡാറ്റ, കുട്ടികളുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് വേരിയസ് സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അത് അവരുടെ ഫ്യൂച്ചർ മറ്റു കാര്യങ്ങളൊക്കെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സുകൾ പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതിനെയാണ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ മൾട്ടിപ്പിൾ ആസ്പെക്ട്സുകൾ എന്ന് പറഞ്ഞില്ല, വേരിയസ് സോഴ്സുകൾ എന്ന് പറഞ്ഞില്ല, ആ വേരിയസ് സോഴ്സുകൾ ഉൾപ്പെടുത്താൻ കഴിയുന്നത് ഡ്രോയിങ്സ്, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ ടൈപ്സ്, റൈറ്റിംഗ്സ്, അതർ വർക്ക് സാമ്പിൾസ്, കമ്പ്യൂട്ടർ ഡിസ്ക്സ്, കോപ്പീസ് ഓഫ് സ്റ്റുഡൻസ് ആൻസർ സ്ക്രിപ്റ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും, വേരിയസ് സോഴ്സുകൾ ഉൾപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ് സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ? അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അത് കൂടാതെ തന്നെ ക്യാമ്പ് റെക്കോർഡുകളും SUPW റെക്കോർഡുകളും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പം കുട്ടികളുടെ ഡിഫറെന്റ് സോഴ്സുകൾ, പല സോഴ്സുകളിൽ നിന്നും കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങളും ഡാറ്റകളും കളക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഫ്യൂച്ചർ, അതേപോലെ തന്നെ അവരുടെ കരിയർ, അതേപോലെ തന്നെ അവരുടെ സബ്ജക്റ്റ്, സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ്, അവർക്ക് പറ്റുന്ന മേഖല ഏതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോയിൽ നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അതിന്റെ സോഴ്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഡ്രോയിങ് ഉൾപ്പെടുത്താം, ഫോട്ടോസ് ഉൾപ്പെടുത്താം, വീഡിയോസ് ഉൾപ്പെടുത്താം, ഓഡിയോ ടാബ്സ് ഉൾപ്പെടുത്താം, റൈറ്റിംഗ് ഓർ അതർ വർക്ക് സാമ്പിൾസ് ഉൾപ്പെടുത്താം, കമ്പ്യൂട്ടർ ഡിസ്ക്സ് ഉൾപ്പെടുത്താം, കോപ്പീസ് ഓഫ് സ്റ്റുഡൻസ് ആൻസർ സ്ക്രിപ്റ്റ്സ് ഉൾപ്പെടുത്താം, അതേപോലെ തന്നെ ക്യാമ്പ് റെക്കോർഡുകൾ ഉൾപ്പെടുത്താം, അതും കൂടാതെ SUPW റെക്കോർഡുകളും ഉൾപ്പെടുത്താം. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലും പല എക്സാമ്പിളുകൾ എടുത്ത് പറയുന്നുണ്ട്. ക്ലാസ് റൂം ആൻഡ് ഹൗസ് ക്ലീനിങ്, ഗാർഡനിങ്, പെയിന്റിങ്, ഡാൻസിങ്, സിംഗിങ്, കുക്കിംഗ്, സോപ്പ്, ടൂത്ത് പൗഡർ, ഡിറ്റർജന്റ് എക്സെട്ര മേക്കിംഗ്, ട്യൂഷൻ ഓർ കോച്ചിങ് ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ അതായത് ഈ കുട്ടികളുടെ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സ്, കുട്ടികളിൽ നിന്നും ഉണ്ടാവുന്ന സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സുകളെയും കൂടി എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കുക, ട്യൂഷൻ എടുത്തു കൊടുക്കാന്ന് വിചാരിക്കുക, നല്ല സൈനാണത്. അതേപോലെ തന്നെ കുട്ടികൾ പിന്നെ സെൽഫ് റിലയൻസിന് ആവശ്യമായിട്ടുള്ള സ്വയം തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അത് നല്ലതാണ്. വീട്ടിൽ നല്ല കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ വിചാരിക്കും, നല്ലതാണ്. കുട്ടികൾ നല്ല ക്ലീനിങ് രീതി ഉണ്ടെന്ന് വിചാരിക്കുക, ക്ലീനിങ്, ഹൗസ് ക്ലീനിങ്ങും അതേപോലെ തന്നെ അതിന്റെ ചുറ്റുവട്ടവും അതിന്റെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക, അതും നല്ലതാണ്. അതൊക്കെ എന്താണ്? സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സ് ആണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നുണ്ട്? സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ബേസ്ഡ് വഴി കുട്ടികളിലുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മാനറിലുള്ള അസസ്മെന്റ് ആണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം എടുത്ത് നോട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ജസ്റ്റ് ഒരു പഠനം മാത്രമല്ല, അതുകൂടാതെ തന്നെ സോഷ്യലി യൂസ്ഫുൾ പ്രാക്ടിക്കൽ സെൻസിലുള്ള കാര്യങ്ങൾ കൂടി കുട്ടികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കൂടി ഏതിന്റെ ഭാഗത്തുള്ള വരുന്നതാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ വരുന്നതാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന്റെ ഭാഗത്ത് വരുന്നതാണ്. സ്റ്റുഡൻസ് ലേണിംഗ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SUPW, അത് വൺ വേർഡ് ഒക്കെ ആയിട്ടൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞത്. ഇതിന്റെ ഡെഫിനിഷൻ, ഇതിനെക്കുറിച്ച് പറയുന്ന സാധനങ്ങൾ തന്നെയാണ്. ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കുക, ഒന്ന് വായിക്കുക, അതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പോൾസൺ ആൻഡ് മേയർ ആണ് പറഞ്ഞിട്ടുള്ളത്, എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക്സ് ദാറ്റ് എക്സിബിറ്റ്സ് the students' efforts, progress and achievements in one or more areas. Define and definition ആണെങ്കിൽ systematic, purposeful and meaningful collection of students' work in one or more subjects area. പല മേഖലയിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്. Assessing students' learning by using learning portfolio. ഈ ലേണിംഗ് പോർട്ട്ഫോളിയോ ഉപയോഗിച്ചിട്ട് നമ്മൾ കുട്ടികളെ അസസ്മെന്റ് നടത്തുമ്പോൾ ഉള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഈ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Teacher selects the various learning activities that could be undertaken by students in the particular subject's content area taught. Then teacher lists the selected learning activities. Then teacher determines the criteria for assessing every learning activities. Teacher clarifies to the students about the various learning activities, clarifies that could be undertaken in given subjects area, the objectives and criteria of assessment of each one of these activities. Then over a period of time, the teacher analyze and evaluates the learning activities. അപ്പോൾ ഇവിടെ അതിന് എക്സാമ്പിളുകൾ ലാംഗ്വേജ് ബേസിലും സയൻസ് ബേസിലും എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തേണ്ടത്, ടീച്ചർ സെലക്ട്സ് ദ വേരിയസ് ലേണിംഗ് ആക്ടിവിറ്റീസ്, ലിസ്റ്റ് ദ സെലക്ടഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്, determines the criteria for assessing,
clarifies to the students about the various learning activities, then analyze and evaluate. ഇതാണ് ഒരു അസസിങ്ങിന്റെ കാര്യത്തിൽ എടുത്തു പറയുന്നത്. ഏത് ഉപയോഗിച്ചിട്ട്? യൂസിങ് ലേണിംഗ് പോർട്ട്ഫോളിയോസ് ഉപയോഗിച്ചിട്ട്. അതിന്റെ എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾ കൊടുത്താലും മതി. ലാംഗ്വേജ് ബേസിലുള്ള ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. വായിച്ചു നോക്കുക. ദെൻ അടുത്ത പോയിന്റ് ആണ് ഡിസൈനിങ് ദ പോർട്ട്ഫോളിയോ അസൈൻമെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ്. ഡിസൈനിങ് ദ പോർട്ട്ഫോളിയോ. പിന്നെ പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, അതിന്റെ പർപ്പസ്. എന്ത് പർപ്പസിലാണ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്? ഒന്നുകിൽ അവരുടെ കരിയർ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്? അങ്ങനെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക, അസസ്മെന്റ് ക്രൈറ്റീരിയ. ദെൻ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക, എവിഡൻസ് ഫോർ അസസ്മെന്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ കളക്ടിങ് എവിഡൻസ് ഫോർ അസസ്മെന്റിലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതും കൂടി നോട്ട് ചെയ്യുക. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു, അത് വായിച്ചു നോക്കുക. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ ആശയം ഉൾപ്പെടുത്ത പോയിന്റ്സുകൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പർപ്പസ്, അസസ്മെന്റ് ക്രൈറ്റീരിയ ആൻഡ് എവിഡൻസസ് ഫോർ അസസ്മെന്റ്. അതിൽ പർപ്പസ് പറയുന്നു, അസസ്മെന്റ് ക്രൈറ്റീരിയ പറയുന്നു. അതുകൂടാതെ കളക്ടിങ് എവിഡൻസ് ഫോർ അസസ്മെന്റ്. ഈ പർപ്പസ് പ്രകാരം നമ്മൾ എന്തൊക്കെ സോഴ്സുകളിൽ നിന്നുമാണ് കളക്ട് ചെയ്യേണ്ടത്, അതിന് ആവശ്യമായിട്ടുള്ള എവിഡൻസുകൾ ഏതൊക്കെയാണ്? അതിന്റെ എക്സാമ്പിളുകളായിട്ട് 4 എണ്ണം എടുത്ത് പറയുന്നുണ്ട്. അതിനെ നിങ്ങൾ നോട്ട് ചെയ്യുക. ആർട്ടിഫാക്ട്സ് പ്രൊഡ്യൂസ്ഡ്. ആർട്ടിഫാക്ട്സ് കുട്ടികളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ. റീപ്രൊഡക്ഷൻസ് കുട്ടികൾ ഒന്ന് നോക്കിയിട്ട് മറ്റൊന്ന് ഉണ്ടാക്കിയത്. അറ്റസ്റ്റേഷൻസ് മറ്റ് ഒന്നിനോട് അതായത് മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളെ തന്നെ വീണ്ടും അവരൊന്ന് കൺഫേം ആക്കുന്നത്. ദെൻ അത് മറ്റു തരത്തിലുള്ള പ്രൊഡക്ഷൻസ്. ഏതാണ്? ആർട്ടിഫാക്ട്സ്, റീപ്രൊഡക്ഷൻസ്, അറ്റസ്റ്റേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ. ഇങ്ങനെ 4 കാര്യങ്ങൾ എവിഡൻസുകളായിട്ട് കളക്ടിങ് എവിഡൻസ് ഫോർ അസസ്മെന്റിൽ ഉൾപ്പെടുത്തുന്നു. അപ്പം പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. പർപ്പസ്, അസസ്മെന്റ് ക്രൈറ്റീരിയ, ദെൻ എവിഡൻസസ് ഫോർ അസസ്മെന്റ്. ഈ എവിഡൻസ് ഫോർ അസസ്മെന്റിൽ വരുന്ന 4 എണ്ണം പറഞ്ഞു. ആർട്ടിഫാക്ട്സ്, റീപ്രൊഡക്ഷൻസ്, അറ്റസ്റ്റേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ. ദെൻ അതുകൂടാതെ തന്നെ ഈ പോർട്ട്ഫോളിയോനെ സംബന്ധിക്കുന്ന അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എടുത്തു പറയാം. ഡിസ്അഡ്വാൻറ്റേജസിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാകുന്നതാണ്. ദെയർ ഓൺ ഇൻഡിവിജ്വലൈസ്ഡ് ക്രൈറ്റീരിയ. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള പോർട്ട്ഫോളിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ വ്യത്യസ്തതയ്ക്കനുസരിച്ചുള്ള അസസ്മെന്റ് ക്രൈറ്റീരിയ തന്നെ ചിലപ്പം ടീച്ചേഴ്സ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതൊരു വലിയൊരു ടാർഗറ്റ് തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ച്. ആ പോർട്ട്ഫോളിയോ അസസ്മെന്റ് റിക്വയർസ് ടീച്ചേഴ്സ് ടു ഡെവലപ്പ് ദെയർ ഓൺ ഇൻഡിവിജ്വലൈസ്ഡ് ക്രൈറ്റീരിയ ഫോർ evaluation of students learning. It can be felt too difficult for some. It may be quite unfamiliar ആക്ട് എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എന്താണ് സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ? അതിൽ മീനിങ് ഉൾപ്പെടുത്തുക, അതേപോലെ തന്നെ ഡെഫിനിഷൻസ് ഉൾപ്പെടുത്തുക. അസസിങ് സ്റ്റുഡൻസ് ലേണിംഗ് ബൈ യൂസിങ് ലേണിംഗ് പോർട്ട്ഫോളിയോ. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സെലക്ഷനും കാര്യങ്ങളും ആ ഒരു രീതിയിൽ തന്നെ എടുത്ത് പറയുക. ഡിസൈനിങ്ങിൽ 3 കാര്യങ്ങൾ എടുത്ത് പറയുക. ക്ലിയർ? ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങൾ നോട്ട് ചെയ്യുക. അത് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതി വെക്കുക. ദ നെക്സ്റ്റ് വൺ, use of grading in the place of marks in the assessment of students' performance. Use of grading in the place of marks in the assessment of students' performance. So, use of grading in the place of marks in the assessment of students' performance എന്നതിന്റെ അണ്ടറിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത്. ഒന്ന്, അതിനോടനുബന്ധിക്കുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതുകൂടാതെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ഗ്രേഡിംഗ് സ്കീം ഫോളോഡ് ബൈ ദി തമിഴ്നാട് ഗവൺമെന്റ്. ഈ തമിഴ്നാട് ഗവൺമെന്റ് തന്നെ നമുക്ക് കേരള ഗവൺമെന്റിന്റേതും ഉൾച്ചേർത്തുകൊണ്ട് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ സ്റ്റേറ്റ്സുകൾ ഇതെല്ലാം കോമൺ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഈ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത് തമിഴ്നാട് ഗവൺമെന്റ് എന്ന രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം, കേരള ഗവൺമെന്റ് എന്ന രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത രീതിയിലും ചോദിക്കാം. ദെൻ യൂസ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം. ഈ ഒരു 3 പോയിന്റ്സ് ആണ് ഈ അവസാന പാർട്ടിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത്. ഏതിന്റെ അവസാന പാർട്ടിൽ? 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ഏരിയ ആയിട്ടുള്ള ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസ് എന്നതിന്റെ അവസാന ഏരിയ ആണ് യൂസ് ഓഫ് ഗ്രേഡിംഗ് ഇൻ ദി പ്ലേസ് ഓഫ് മാർക്സ്. അതിൽ 3 എണ്ണം: ഇൻട്രോ, ഫീച്ചേഴ്സ്, യൂസസ്. നമുക്ക് നോക്കാം. ഒന്ന്, ഗ്രേഡ്സ് ക്യാൻ ബി അസൈൻഡ് ആസ് ലെറ്റേഴ്സ്. എല്ലാവർക്കും അറിയാം ഗ്രേഡ്സ് എന്ന് പറയുന്നതാണ് നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സ് ആയിട്ടാണ്. ജനറലി A to E ആണ്. സം പ്രിഫർ used to 9-point grade scales as A to B, B to C, C to D, D to അല്ലെങ്കിൽ A to B1, B2, C E1, C2, D E1, E2. ഇങ്ങനെ increase the degree of differentiation or as a range 1 to 5, sum of point scales 1 to 9. അതായത് 1 മുതൽ 5 വരെ പോയിന്റിലോ റേഞ്ചിലോ 1 മുതൽ 9 വരെ ഗ്രേഡിലോ
1 മുതൽ 5 വരെ റേഞ്ചിലോ 1 മുതൽ 9 വരെ ഗ്രേഡിലോ കൊടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Then grading system was developed by William Farish ആണ് and first implemented by the University of Cambridge in 1792 ആണ്. In India, following the introduction of continuous and comprehensive evaluation system, ഇന്ത്യയില് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഗ്രേഡിംഗ് സിസ്റ്റം ഫോളോ ചെയ്തു വരുന്നത്. CBSE started using the grading system with a 9-point grading scale. CBSE ആണ് 9-point grading scale സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഗ്രേഡിംഗ് എന്നുള്ള ഗ്രേഡ്സ് എന്താണെന്ന് പറയുന്നു. എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വില്യം ഫാരിഷ് ആണ്. ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആണ് 1792. ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം പ്രകാരമാണ് വന്നിട്ടുള്ളത്. CBSE ആണ് 9-point grading system ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതുകൂടാതെ ഇൻ ഓൾ സ്റ്റുഡൻസ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സ്കൂൾ റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് ഓൺലി ഗ്രേഡ്സ് ആൻഡ് നോട്ട് മാർക്സ് വിൽ ബി മെൻഷൻഡ്. ഗ്രേഡ്സ് സ്കൂൾസിലെ സർട്ടിഫിക്കറ്റ്സിലെ റെക്കോർഡുകളിലും ഗ്രേഡ്സ് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, മാർക്കുകൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഗ്രേഡിൽ മാർക്കിൽ നിന്നും ഗ്രേഡിലേക്ക് മാറിയ സമയത്ത് മാത്രം ആ ഫസ്റ്റ് ഇയറിൽ മാത്രം സ്കൂളിൽ എന്തുണ്ടായിരുന്നു, മാർക്കും ഗ്രേഡും കൂടി ഒരുമിച്ച് വന്നിരുന്നു. ഇപ്പം അതെല്ലാം ഗ്രേഡ് മാത്രമായിട്ട് വരികയാണ് ചെയ്യുന്നത്. Then the practice of declaring pass or fail has been stopped. കുട്ടികൾ പാസ്സായി എന്നോ ഫെയിലായി എന്നോ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല, പകരം 2 കാര്യങ്ങൾ മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. ഒന്ന് ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിന് അഡ്വൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ പറ്റുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നു. അല്ലാണ്ട് ഫെയിലായി എന്നോ പാസ്സായി എന്നോ എന്നുള്ള ഒരു ക്രൈറ്റീരിയ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. There will be no mentioning of the thing like overall marks, only grade point average GPA is mentioned. Overall marks എന്നതിന് പകരം ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്നാണ് പറയുക, GPA എന്നാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. 9 points ട്രാൻസ്ഫോംഡ് ഇൻടു എ 9-point സ്കെയിൽ എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. A1 A2 B1 B2 C1 C2 D E1 E2 ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ തന്നതിൽ ചില ലെറ്റേഴ്സ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ വരുന്നതുകൊണ്ടാണ് ഞാൻ അത് അവിടെ മെൻഷൻ ചെയ്യാതിരുന്നത്, ഈ ഇതിൽ കണ്ട് മനസ്സിലാക്കാം എന്നുള്ളത് കൊണ്ട്. A1 ആണെങ്കിൽ 10 ഗ്രേഡ് ആണ്, എക്സലന്റ് ആണ്. A2 ആണെങ്കിൽ 9 ഗ്രേഡ് ആണ്, വെരി ഗുഡ് ആണ്. B1 8 ഗ്രേഡ് ആണ്, ഗുഡ് ആണ്. B2 7 ആണ്, ഗുഡ് ആണ്. C1 6 ആണ്, ഫെയർ ആണ്. C2 5 ആണ്, ഫെയർ ആണ്. D 4 ആണ്, ആഡിക്വേറ്റ് പെർഫോമൻസ് ആണ്, ആഡിക്വേറ്റ് ആണ്, അവിടെയാണ് പാസ് ആവുന്നത്. ഇൻആഡിക്വേറ്റ് പെർഫോമൻസ് നീഡ്സ് ഇംപ്രൂവ്മെന്റ്. E2 പുവർ പെർഫോമൻസ് നീഡ്സ് ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 9 points ആണ്. അപ്പോൾ ആഡിക്വേറ്റ് പെർഫോമൻസ് D വരെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പെർഫോം ചെയ്യുക എന്നുള്ളത് വരുന്നത്. E1 ഉം E2 ആണെങ്കിൽ അവർ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതി ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വിടുകയാണ് കുട്ടികളെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ ഇംപ്രൂവ്മെന്റിലേക്ക് 5 chances കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മിനിമം പാസ് ആവാനുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് D ആണ്. പിന്നെ ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പരീക്ഷയ്ക്ക് ടൈം വരും, അത് അബൌട്ട് 1 monthനുള്ളിൽ. അതുകൊണ്ട് തന്നെ ആ ഇയർ മിസ്സാവാത്ത രീതിയിൽ വീണ്ടും ഇംപ്രൂവ് ചെയ്തിട്ട് ആ നെക്സ്റ്റ് ഇയറിൽ തന്നെ അവർക്ക് അക്കാദമിക് ഇയറിൽ അറ്റൻഡ് ചെയ്യാം ഹയർ സ്റ്റഡീസിൽ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് മറ്റു ഫീച്ചേഴ്സുകളായിട്ട് എടുത്ത് പറയുന്നത്. അതുകൂടാതെ തന്നെ കുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ്സ് ആണ് ലാസ്റ്റിൽ വരുന്ന. CGP ആണ്, GPA ഉണ്ട്, ഗ്രേഡ് പോയിന്റ് ആവറേജും ഉണ്ട്, കുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ഉണ്ട്. ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്ന് പറയുന്നത് GPA ആണ്. കുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് CGP ആണ്. അതിന്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഫോർമുല 9.5 into GPA ആണ്. എത്രയാണ് GPA കിട്ടിയത് അതിനെ 9.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. Then അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസസ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം. ഇറ്റ് റെഡ്യൂസസ് ദ മെന്റൽ സ്ട്രെസ് ഓഫ് സ്റ്റുഡൻസ്. എല്ലാവർക്കും അറിയാം പാസ്സാവുക ഫെയിൽ ആവില്ല എന്നുള്ള ഒരു പ്രത്യേക കാര്യം അവിടെ വരുമ്പോൾ കുട്ടികൾക്ക് സ്ട്രെസ് കുറയും എന്നുള്ളത് ഒരു വളരെ യൂസ് ആണ്. സ്റ്റുഡൻസ് ഹാവിംഗ് സ്കോർസ് ലൈങ് ഇൻ എ പർട്ടിക്കുലർ ക്ലാസ് ഇന്റർവെൽ ആർ കൺസിഡർഡ് ടു ബി ഈക്വൽ ഇൻ ദെയർ ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി. അപ്പൊ മറ്റുള്ള കുട്ടികളിൽ നിന്നും വേർതിരിവോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ നോട്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അച്ചീവ്മെന്റ് ലെവൽ ഓഫ് അതർ സ്റ്റുഡൻസ്. മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റ് അതിൽ വരുന്നില്ല. മറ്റുള്ളവരുടെ ഒരു കമ്പാരിസൺ വഴിയുള്ള ആ ഒരു വേർതിരിവുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാകും. അവോയ്ഡ്സ് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഹു ഫെയിൽ ടു അച്ചീവ് ദ മിനിമം ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി ആക്സെപ്റ്റഡ് ആസ് ആഡിക്വേറ്റ് ആർ ഗിവൺ
എ ചാൻസ് ടു ഇംപ്രൂവ്. അതൊക്കെ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, ആ ഒരു യൂസസ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക, ഈ നോട്ട്സുകൾ ഉപയോഗിക്കുക, എന്നിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്ട്രെസ് കൊടുത്തുകൊണ്ട് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസിൽ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള യൂസസ് ഓഫ് ഗ്രേഡിംഗ് ഇൻ ദി പ്ലേസ് ഓഫ് മാർക്സ് ഇൻ ദ അസസ്മെന്റ് സ്റ്റുഡൻസ് പെർഫോമൻസിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, യൂസസ് ഓഫ് ഗ്രേഡിംഗ് സിസ്റ്റം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം സെക്കൻഡ് യൂണിറ്റ് ആണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ലേണിംഗിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഓഫ് ലേണിംഗ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് പാർട്ട് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസ് എന്നുള്ളതിന്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രത്യേകം ചോദ്യം ഒരുമിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അപ്രോച്ച്, അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ്, അതേപോലെ തന്നെ സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ, അതേപോലെ തന്നെ ഗ്രേഡിംഗ് സിസ്റ്റം, ഈ ഒരു 5 പോയിന്റ്സുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് റെഡി ആയിരിക്കണം. എന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നെ ഒരു 6 പേജസിൽ അല്ലെങ്കിൽ 500 വേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയണം. 6 പേജസിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചോദിച്ചാൽ അതല്ലെങ്കിൽ CCE കംപ്ലീറ്റ് എടുത്ത് ചോദിക്കാം, അത് മാത്രം എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ പ്രൊജക്ട് മാത്രമായിട്ടും എടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ വ്യക്തമായ രീതിയിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റും ദെൻ പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗും. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.